മഴക്കാല രോഗപ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി തളങ്കരയിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാസർഗോഡ് സർക്കാർ ആയുർവേദ ആശുപത്രിയും കാസർഗോഡ് നഗരസഭയും സംയുക്തമായാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. തെളിനീരിനൊത്ത പരിശുദ്ധി, അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു. ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. ബിന്ദു ജുവല്ലറി, കാസർഗോഡ്, സുള്ളിയ. മഴക്കാല രോഗ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി കാസർഗോഡ് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയും കാസർഗോഡ് നഗരസഭയും സംയുക്തമായി തളങ്കരയിലെയും സമീപ പ്രദേശങ്ങളിലുള്ളവർക്കുമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തളങ്കര പള്ളിക്കാലിലെ KM ഹസ്സൻ സാംസ്കാരിക കേന്ദ്രത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ നടന്ന ക്യാമ്പ് നിരവധി പേർ പ്രയോജനപ്പെടുത്തി. വിദഗ്ധ ഡോക്ടർമാരുടെ പരിശോധന, മഴക്കാല രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ നിർദ്ദേശങ്ങൾ, ആവശ്യമായ ആയുർവേദ മരുന്നുകളുടെ സൗജന്യ വിതരണം എന്നിവ ക്യാമ്പിന് ശ്രദ്ധേയമാക്കി. ക്യാമ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കാസർഗോഡ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ KM ഹനീഫ് നിർവഹിച്ചു. ഏതായാലും ആയുർവേദിക് നമ്മൾ അലോപ്പതി പോലെ തന്നെ എല്ലാത്തിനും നമുക്ക് മരുന്നുണ്ട്, ചികിത്സയുണ്ട്. പിന്നെ ഒന്ന് കാസർഗോഡ് ആയുർവേദിക് ഹോസ്പിറ്റലിലാണെങ്കിൽ നിങ്ങൾക്കറിയാം, അവിടെ ഒഴിച്ചത് അതൊക്കെ ഉണ്ട്, നമ്മൾക്ക് അഡ്മിറ്റ് ആവാൻ പറ്റും. അവിടെ എല്ലാം ഫ്രീ ആണ്. അപ്പോൾ നമ്മൾക്ക് മരുന്ന് ഫ്രീ ആണ്. ഡോക്ടേഴ്സ് തന്നെ എല്ലാ, ഈവൻ സ്പോർട്സ് മെഡിസിൻ ഡോക്ടർ പോലും അവിടെ ഉണ്ട്, യോഗ ഡോക്ടർ ഉണ്ട്, അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾക്ക് അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങോട്ട് നമ്മുടെ ഏരിയയിൽ വന്ന് ചികിത്സ അറിയുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ഉൾപ്പാടിയിൽ പോകാം, ചികിത്സിക്കാം. KM ഹസ്സൻ മെമ്മോറിയൽ സാംസ്കാരിക കേന്ദ്രം കൺവീനർ അമാനുള്ള അങ്കാർ, ചെയർമാൻ അഡ്വക്കേറ്റ് VM മുനീർ, അബ്ദു മാസ്റ്റർ, ജലീൽ, സവാദ് എന്നിവർ സംബന്ധിച്ചു. വിദഗ്ധ ഡോക്ടർമാരും ആരോഗ്യ ജീവനക്കാരും മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. അപ്പോൾ ഇവിടെ ഈ മഴക്കാലത്ത് വരുന്ന സാധാരണ അസുഖങ്ങളായിട്ടുള്ള പല തരത്തിലുള്ള പനികൾ, ചുമ, ജലദോഷം, അതുപോലെ ഈ ഒരു മഴക്കാലത്ത് ഈ പറഞ്ഞ പൊതുവെ എല്ലാവർക്കും തന്നെ രോഗപ്രതിരോധ ശേഷി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, എന്തൊക്കെ ഒഴിവാക്കണം, എന്തൊക്കെ ദിനചര്യ നമ്മൾ സ്വീകരിക്കണം എന്നും കൂടി നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിൽ സൗജന്യമായ മരുന്നുകളും ചികിത്സകളും എല്ലാം ഉണ്ട്. കർക്കിടകം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും കർക്കിടക ചികിത്സ മാത്രമാണ് ആയുർവേദത്തിലുള്ളതെന്ന്. പക്ഷേ എല്ലാ സീസണുകളിലും അതിൻ്റേതായ ചികിത്സകൾ ലഭ്യമാണ്. അപ്പം ആൾക്കാർ എല്ലാം ഈ മാസം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ ലോ ആവും. 2 മാസം വളരെ ചൂടായിട്ട് പിന്നെ പെട്ടെന്ന് ഒരു മഴ വരുമ്പോൾ ഒരുപാട് വെള്ളം കെട്ടിക്കിടക്കുന്ന കൊതുക് വരും, ഇൻഫെക്ഷൻ വരും. അതുപോലെ ഇപ്പോൾ ഷിഗല്ല, അങ്ങനെ പല പല അസുഖങ്ങളും നമുക്ക് വരുവാണ്. നമ്മുടെ ആയുർവേദത്തിൽ അതിനെ പ്രതിരോധിക്കാൻ ഒരുപാട് മരുന്നുകളുണ്ട്. അതുപോലെ മരുന്നുകൾ എടുക്കുക, കൃത്യമായ ദിനചര്യ ഫോളോ ചെയ്യുക, നമ്മൾ നല്ല ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങളും അങ്ങനെ കഴിക്കുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, അതെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതാണ്. ഈ ക്യാമ്പ് വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.